ഓക്കെ, ഗുഡ്. ഞാൻ പറയാം. അത് സിമ്പിൾ ആണ് ആക്ച്വലി. അത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് തൊട്ടു മുമ്പത്തെ സ്ലൈഡിൽ ഞാൻ പറഞ്ഞു. അതായത് ടി മോഡ് രജിസ്റ്ററിന് ഉള്ള 4 ബിറ്റ്, ടി മോഡ് രജിസ്റ്ററിനുള്ള 8 ബിറ്റ്, അതിൽ 4 ബിറ്റ് വെച്ചാൽ തിരിച്ചിരിക്കുന്നത് പറഞ്ഞു. 4 ബിറ്റ് M0 M1 എന്ന് പറയുന്നത് ടൈമർ മോഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയാന്ന് പറഞ്ഞു. ഇവിടെ ഉള്ളത് C/T⁻, ഇതാണ് അതിന്റെ അങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം, അതായത് സെയിം ബിറ്റ് തന്നെയാണ് നമ്മൾ കൗണ്ടർ ആയിട്ടും ടൈമർ ആയിട്ടും ആണോ എന്നുള്ളത് കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇപ്പോ ഈ പറഞ്ഞാൽ അപ്പർ 4 ബിറ്റ് ടൈമർ 1നും ലോവർ 4 ബിറ്റ് ടൈമർ 0 ആണെന്ന് പറഞ്ഞു. ഇനി ഈ ടൈമർ 0യുടെ കേസ് എടുക്കാം. അത് കൗണ്ടർ ആയിട്ടാണ് നമുക്ക് ഉപയോഗിക്കേണ്ടതെങ്കിൽ ആ പർട്ടിക്കുലർ ബിറ്റ് നിങ്ങൾ 1 ആക്കണം. അതല്ല ടൈമർ ആയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ പർട്ടിക്കുലർ ബിറ്റ് നമ്മൾ 0 ആക്കണം. അതായത് ഇത് സി എന്ന് പറയുന്നത് അത് 1 ആകുമ്പോൾ ആക്റ്റീവ് ആവും, ടി എന്ന് പറയുന്നത് 0 ആകുമ്പോൾ ആക്റ്റീവ്. അതായത് നമ്മളിപ്പോ നമ്മളാണ് സെറ്റ് ചെയ്യും റീസെറ്റ് ചെയ്യും ചെയ്യുന്നത്. ഒരു കേസ് ഞാൻ പറയാം. അതിനു മുമ്പ് ഇതിപ്പോ 0 ആയിട്ട് എഴുതി വെച്ചിരുന്നതിന്റെ അർത്ഥം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ ടൈമർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഒരു എക്സാമ്പിൾ പറയാം. നമുക്ക് ടി മോഡൽ എഴുതേണ്ട വാല്യൂ നമുക്കിപ്പോ ഉപയോഗിക്കേണ്ടത് ടൈമർ 0 ആണെങ്കിൽ ഉപയോഗിക്കേണ്ടത് ടൈമർ 0 ആണ്. അതിന്റെ മോഡ് എന്ന് പറയുന്നത് 2 ആണ്. പിന്നെ ഇന്റേണലി കണക്ട് ചെയ്യേണ്ട, ഇന്റേണൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഞാൻ ഒരിക്കൽ കൂടെ പറയാം. ഇന്റേണലി ആണ് ഉപയോഗിക്കുന്നത്, ടൈമർ 0 ആണ്. മോഡ് 0 ആണെന്ന് വിചാരിച്ചു. മോഡ് 0 ആണെങ്കിൽ ടൈമർ ആയിട്ടാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞ ആദ്യത്തെ അപ്പർ ബൈറ്റ് 4 ബിറ്റ് എന്തും ആവാം, 000 11 ആവാം, കുഴപ്പമില്ല. പക്ഷേ ലോവർ ബൈറ്റില് ഇന്റേണലി ആണെങ്കിൽ ഇതിനെ 0 ആക്കുക. C/T അത് ടൈമർ ആയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ 0 ആക്കുക. മോഡിനനുസരിച്ച് 00 ആണെങ്കിൽ മോഡ് 0, 01 ആണെങ്കിൽ മോഡ് 1, 10 ആണെങ്കിൽ മോഡ് 2, 11 ആണെങ്കിൽ മോഡ് 3, ആ രീതിയിൽ സെറ്റ് ചെയ്യുക. എന്തായാലും ഇവിടുത്തെ കേസ് ഞാൻ പറയാം. ഇത് 0 ആണെന്നുണ്ടെങ്കിൽ ടൈമർ ആയിരിക്കും, 1 ആണെന്നുണ്ടെങ്കിൽ കൗണ്ടർ ആയിരിക്കും. ഒന്ന് പറയാമോ? ക്ലിയർ ആയോ ഒന്ന്? ഇനി ഞാൻ പറയുന്നത് ടൈമറിന് 4 മോഡുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ 4 മോഡും എന്താണ്? അത് ഞാൻ ഒരു കാര്യം പറയാം. നമ്മളിപ്പോ എഴുതാൻ പോകുന്നത് പോളിടെക്നിക് ലെക്ചറാണ്, എന്റെ എക്സാം ആണ്. തീർച്ചയായിട്ടും നമ്മൾ കുറച്ച് ഡെപ്തിലോട്ട് പോയി പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇത് ചിലപ്പോൾ പലരും വിട്ടുകളയുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ നമ്മളതൊന്ന് നോക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. അപ്പൊ ഓരോ ടൈമറിന്റെ മോഡ് എന്താണെന്നുള്ളത് ഓരോന്ന് ചിലപ്പോൾ അത് ഏതെങ്കിലും ഇടയ്ക്കുന്ന ഒരു ടൈമറിന്റെ മോഡിനെ പറ്റി ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ എന്തായാലും ഒന്ന് ക്ലിയർ ആയിട്ട് നോക്കുന്നതായിരിക്കും. 4 മോഡ് ഞാനൊന്ന് പറഞ്ഞു വിടാം. 4 മോഡ് ഉണ്ടെന്ന് പറഞ്ഞു. മോഡ് 0, മോഡ് 1, മോഡ് 2, മോഡ് 3. ഇതിൽ മോഡ് 0 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓരോ മോഡ് സെറ്റ് ചെയ്യാൻ വേണ്ട M1ന്റെയും M0യുടെയും വാല്യൂ ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു ടി മോഡ് രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂവിനനുസരിച്ചാണ് മോഡ് സെറ്റ് ചെയ്യുന്നത് പറഞ്ഞു. അത് M1 M0 എന്ന് എഴുതിയിട്ട് 0 ആണെങ്കിൽ മോഡ് 0, 01 ആണെങ്കിൽ മോഡ് 1, 10 ആണെങ്കിൽ മോഡ് 2, 11 ആണ് മോഡ് 3. അത് ക്ലിയർ ആണ്, നിങ്ങൾക്ക് മനസ്സിലാകും, എളുപ്പമാണ്. പക്ഷെ ഓരോ മോഡും എന്താണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. മോഡ് 0 എന്താണെന്ന് നോക്കാം. മോഡ് 0 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ 13 ബിറ്റ് ടൈമർ മോഡാണ്. ഓർത്തിരിക്കുമല്ലോ, ഇറ്റ് ഈസ് എ 13 ബിറ്റ് ടൈമർ മോഡ് എന്ന് പറയുമ്പോ നമുക്കറിയാം TH, നമുക്ക് കൺഫ്യൂഷൻ വരുന്ന വേറൊരു കേസ് ഉണ്ട്. 13 ബിറ്റ് ആവുമ്പോ 5 8 തിരിക്കാൻ പറ്റൂ. ഇത് നമുക്ക് 6ഉം 7ഉം ആയിട്ട് തിരിക്കാൻ പറ്റത്തില്ല. ഒരെണ്ണം കംപ്ലീറ്റ് എടുക്കണം, 8 കംപ്ലീറ്റ് എടുക്കണം. പിന്നെ ഉള്ളത് ബാക്കിയുള്ള 5. അപ്പം 8ഉം 5ഉം ആണ്. പക്ഷെ ഓർക്കേണ്ടത് അപ്പർ ബൈറ്റ് ഫുൾ അങ്ങ് എടുക്കും. അതായത് 8 ബിറ്റ് ടൈമർ TH എന്ന് പറയുന്നത് 8 ബിറ്റും TL എന്ന് പറയുന്നത് 5 ബിറ്റും ആണ്. ഓക്കെ, അപ്പോ ഈ വാല്യൂ എന്ന് പറയുന്നത് സാധാരണ ഈ TH-ലാണ് 8 ബിറ്റ് ടൈമർ വാല്യൂവും 5 ബിറ്റ് TL-ല് 5 ബിറ്റും ആ വരുന്നത്. ഇനി മോഡ് 1 എന്ന് പറയുന്നത് 16 ബിറ്റ് തന്നെയാണ്. അതായത് നമുക്ക് എന്താ പറയാ, കാസ്കേഡി, അതായത് ഫ്രം 0000 മുതൽ FFF വരെ
നമ്മളത് ഇൻക്രിമെന്റ് ചെയ്തു. അതായത് 16 ബിറ്റ് നമ്പർ കണ്ടിന്യൂസ് ആ, 8 ബിറ്റ് അല്ല, ഒന്നിച്ച് ഈ പറഞ്ഞ 16 ബിറ്റ് ടൈമർ മോഡാണ് ഈ മോഡ് 1 എന്ന് പറയുന്നത്. അത് വാല്യൂ കൗണ്ട് ചെയ്യുന്നത് 0000 മുതൽ FFFF വരെ, അതായത് ആ ഫുൾ ഒന്നിച്ചെടുക്കുക, അത് കാസ്കേഡ് ചെയ്ത് ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഇനി മോഡ് 2 എന്ന് പറയുന്നത് നമുക്ക് THല് വാല്യൂ സ്റ്റോർ ചെയ്യും. അതായത് 8 ബിറ്റ് ഓട്ടോ റീലോഡ് മോഡ്, അതാണ് അതിന്റെ പ്രത്യേകത. അതായത് നമ്മുടെ ഇതില് മോഡ് 2 എന്ന് പറയുന്നത് 8 ബിറ്റ് ഓട്ടോ റീലോഡ്. നമുക്ക് റീലോഡ് മീൻസ് ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ ലോഡ് കൗണ്ട് വാല്യൂ എന്ന് പറയുന്നത് സ്റ്റോർ ചെയ്യുന്നത് THലാണ്. THX ഹോൾഡ്സ് എ വാല്യൂ വിച്ച് ഈസ് ടു ബി റീലോഡഡ് ഇൻ ടു TLലോട്ട് റീലോഡ് ചെയ്യും. നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ FF എന്ന് പറയുന്ന ഒരു വാല്യൂ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 3F എന്ന് പറയുന്ന വാല്യൂ ആണ് കൗണ്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ അത് വച്ചിരിക്കുന്നത് THലാണ്. എന്നിട്ട് കൗണ്ടിങ് നടക്കുന്നത് TLലാണ്. കൗണ്ടിങ് നടക്കുക എന്ന് പറഞ്ഞാല് എങ്ങനെയാ, ഇപ്പോ ഫോർ എക്സാമ്പിൾ 0001 02 03 04 05 എന്ന് പറഞ്ഞതിന് ശേഷം ഈ 3F ആണ് നമ്മുടെ കൗണ്ട് വാല്യൂ എങ്കിൽ 3F വരെ അത് കൗണ്ട് ചെയ്യും. എന്നിട്ട് വീണ്ടും അത് റീസൈക്കിൾ ചെയ്യുക. അപ്പോ ഓവർഫ്ലോ ആകുക എന്ന് പറഞ്ഞാൽ മാക്സിമത്തിൽ എത്തിയിട്ട് 00 വരിക എന്നുള്ളതാണ്. ഇനി മോഡ് 3 എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ് ടൈമർ മോഡ്. സ്പ്ലിറ്റ് ടൈമർ എന്ന് പറഞ്ഞാൽ രണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന മോഡ് 3. എന്നാൽ 4 മോഡുണ്ട്. മോഡ് 0, മോഡ് 1, മോഡ് 2, മോഡ് 3. ഓരോന്നിന്റെയും ഓപ്പറേഷൻ നമ്മൾ പ്രോഗ്രാം എഴുതി തന്നെ നമ്മൾ പഠിക്കേണ്ടി വരും. അത് ജസ്റ്റ് ഞാൻ പറഞ്ഞു പോകാം, ചിലപ്പോൾ ചില വാല്യൂസ് കാണിച്ചിട്ടായിരിക്കും ഒരു പറയുന്നത് ഏത് മോഡാണെന്നൊക്കെ ചോദിക്കുന്നത്. 13 ബിറ്റ് ടൈമർ മോഡ് എന്ന് പറയുന്നത് മോഡ് 0, 16 ബിറ്റ് ടൈമർ എന്ന് പറയുന്നത് മോഡ് 1, 8 ബിറ്റ് ഓട്ടോ റീലോഡ് എന്ന മോഡ് 2, ദെൻ സ്പ്ലിറ്റ് ടൈമർ മോഡ്. ഇതിന്റെ കൂടെ ചേർത്ത് വയ്ക്കേണ്ട വേറൊരു രജിസ്റ്ററാണ് ടൈമർ കൺട്രോൾ രജിസ്റ്റർ. അതിന്റെ അപ്പർ 4 ബിറ്റ്, അതായത് അപ്പർ നിബിൾ എന്ന് പറയുന്നത് ടൈമർ കൗണ്ടറിന് വേണ്ടിയും ലോവർ നിബിൾ എന്ന് പറയുന്നത് ഇന്ററപ്റ്റിന് വേണ്ടിയും. ഇന്ററപ്റ്റിന്റെ കേസ് ഞാൻ പറഞ്ഞു 6 ഇന്ററപ്റ്റ് സോഴ്സസ് ഉണ്ടെന്ന് പറഞ്ഞു. ആ ഇന്ററപ്റ്റിന് വേണ്ടിയാണ് അപ്പർ ലോവർ നിബിള്, ലോവർ 4 ബിറ്റ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ TR എന്ന് പറയുന്നത് ഈ പറഞ്ഞ റൺ കൺട്രോൾ ബിറ്റ്. റൺ കൺട്രോൾ ബിറ്റ് ഇൻ ദ സെൻസ് ഇതിൽ നോക്കാം, ഇതിലോട്ട് വരാം. ഞാൻ പറഞ്ഞു ആ ലോവർ 4 ബിറ്റ് എന്ന് പറയുന്നത് ടൈം ഇന്ററപ്റ്റിന് വേണ്ടിയാണ്, അപ്പർ 4 ബിറ്റ് എന്ന് പറയുന്നത് ടൈമറിന് വേണ്ടിയാണ്. അതിൽ തന്നെ TR0, TF0, TR1, TF1. ടൈമർ 0 എന്ന് പറയുന്നതാണ് TR0യും TF0യും, ടൈമർ 1ന് വേണ്ടിയുള്ളതാണ് TR1ഉം TF1ഉം. ഇതില് TR0 എന്ന് പറയുന്നത് നമ്മൾ കൺട്രോൾ ചെയ്യുന്ന ബിറ്റ് 2 TR0 എന്ന് പറയുന്നത് ടൈമർ കൗണ്ടർ, ടൈമർ അത് നമുക്ക് കൺട്രോൾ ചെയ്യാം, ടൈമറിനെ ഓൺ ആയി ഓഫ് ചെയ്യുകയും ചെയ്യാം. TR എന്ന് പറയുന്ന TR ബിറ്റ് എന്ന് പറയുന്നത് 0 ആക്കിയാൽ സ്റ്റോപ്പ് ചെയ്യുക, TR എന്ന് പറയുന്നത് 1 ആക്കിയാൽ സ്റ്റാർട്ട് ചെയ്യുക, ടൈമർ റൺ ചെയ്യുക, തുടങ്ങുക. അതിനുവേണ്ടി നമ്മൾ എടുക്കുന്ന കമാൻഡ് ആണ് TRനെ 1 ആക്കുക എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ TF ബിറ്റ് എന്ന് പറയുന്നത്, TF0 എന്ന് പറയുന്നത് നമുക്കറിയാം. TF0 എന്ന് പറയുന്നത് ടൈമർ 0യ്ക്കും TF1 എന്ന് ടൈമർ 1നും ഉള്ളതാണ്. അത് സ്റ്റാറ്റസ് ആ കാണിക്കുന്നത്. അതായത് നമ്മളിപ്പോ കൗണ്ടർ 0000ൽ നിന്ന് കൗണ്ട് ചെയ്ത് FFFF വരെ എത്തി. അത് നമുക്കറിയാം കൂടി കൂടി വരുമല്ലോ. ഇപ്പോ 0 മുതൽ 9 വരെ അല്ലെങ്കിൽ 99 വരെ കൗണ്ട് ചെയ്തിട്ട് അത് ഓട്ടോമാറ്റിക്കലി 100ലോട്ടാ മാറുന്നത്. അതിൽ മറ്റൊരു ബിറ്റ് അങ്ങ് മാറുക. 100 ആണ് 99 00 മാറുന്നത് പോലെ. അതായത് 0000 മുതൽ FFFF വരെ എത്തിയിട്ട് അടുത്ത വാല്യൂ എന്ന് പറയുന്നത് 0000ലോട്ട് വരിക. അതായത് ഓവർഫ്ലോ സംഭവിക്കുക. അതായത് നമ്മൾ എന്ന് പറയുന്നത് 0 to F വരെ വന്നിട്ട് വീണ്ടും 10. അതിന് പകരം ഒരു പാർട്ടേ ഉള്ളുവെങ്കിൽ അല്ലെങ്കിൽ ഒരു 4 ബിറ്റേ ഉള്ളുവെങ്കിൽ 0 to F കഴിഞ്ഞിട്ട് വീണ്ടും എഫിൽ നിന്ന് വീണ്ടും 0ലോട്ട് വരിക. ഓവർഫ്ലോ സംഭവിക്കുക ഇവിടെ പറഞ്ഞത്. അപ്പോ അങ്ങനെ ഓവർഫ്ലോ സംഭവിച്ചാൽ TF ബിറ്റ് 1 ആയിട്ട് മാറും. ക്ലിയർ? TF 0 ആണെങ്കിൽ അതിന്റെ അർത്ഥം കൗണ്ടിങ് തീർന്നിട്ടില്ല എന്നാണ് അർത്ഥം. അതായത് TF ഓവർഫ്ലോ ആകുക എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം 00 മുതൽ FF വരെ കൗണ്ട് ചെയ്യാൻ പറയുമ്പോൾ 00 FF ആണ് നമ്മുടെ കൗണ്ട് വാല്യൂ എന്ന് വിചാരിക്കുക. അപ്പൊ 00, 01, 02, 03, 04, 05 അപ് ടു FF വരെ എത്തി. അത് കഴിഞ്ഞിട്ട് വാല്യൂ എന്ത് വരുന്നത് 00ലോട്ട് വരുന്നതിനാണ് നമ്മൾ ഓവർഫ്ലോ എന്ന് പറയുന്നത്.
ഓവർഫ്ലോ വരുന്ന സമയത്ത് ഇവിടെ TF എന്ന് പറയുന്ന ബിറ്റ് ഏത് കൗണ്ടർ ആണോ ടൈമർ ആണോ നമ്മൾ കൗണ്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതാണോ കൗണ്ട് ചെയ്യുന്നത് ആ പർട്ടിക്കുലറിന് കറസ്പോണ്ടിങ് TF ബിറ്റ് 1 ആവും. അഥവാ 1 ആയില്ലെങ്കിൽ അർത്ഥം കൗണ്ടിങ് എന്ന് എത്തിയിട്ടില്ല, ഓവർഫ്ലോ ആയിട്ടില്ല എന്നാണ് അർത്ഥം. ക്ലിയർ? ഇതിൽ തന്നെ ഞാൻ പറഞ്ഞു ഈ അവസാനത്തെ 4 ബിറ്റ് എന്ന് പറയുന്നത് ഇന്ററപ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഒന്നുകൂടെ പറയട്ടെ, ഇന്ററപ്റ്റുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞാൽ ഈ പറഞ്ഞ ടൈമറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു ഇന്ററപ്റ്റ് ഉണ്ട്. അപ്പോ ടൈമർ 0നും ടൈമർ 1നും ഓരോ ഇന്ററപ്റ്റ് ഉണ്ട്. അപ്പൊ ആ ഇന്ററപ്റ്റ്, അതായത് നമ്മളിപ്പോ ഇന്ററപ്റ്റ് ഇനേബിൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ TF1 ആകുമ്പോ തന്നെ ശ്രദ്ധിക്കണേ, ഇന്ററപ്റ്റിനെ ഇനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇന്ററപ്റ്റ് എന്താന്ന് ഞാൻ പറഞ്ഞു, ഒരു പ്രോസസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എക്സ്റ്റേണലി വരുന്ന ഒരു സിഗ്നൽ വരികയാണ്. ആ സമയത്ത് കറണ്ട് എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീൻ ചെയ്തിട്ട് തിരിച്ചു വരും. അതാണ് പ്രോസസ്. അപ്പൊ ഇത് ടൈമറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് 2 ഇന്ററപ്റ്റ് ഉണ്ട്. 6 സോഴ്സസിൽ 8051ന്റെ കേസിൽ 2 ഇന്ററപ്റ്റ് ടൈമറുമായിട്ട് ബന്ധപ്പെട്ട. അപ്പൊ ഈ ടൈമറുമായിട്ട് ബന്ധപ്പെട്ട ഇന്ററപ്റ്റിന്റെ കേസിൽ ഈ പറഞ്ഞ TF1 ഒന്ന് ഓവർഫ്ലോ ആയെന്ന് വെച്ചോ, ആ സമയം ഇന്ററപ്റ്റ് ഇനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ TF ഈക്വൽ ടു 1 ആകുന്ന സമയത്ത് ഒരു ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീൻ, അതുമായിട്ട് ബന്ധപ്പെട്ട ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീൻ ആക്ട് ആവും. ക്ലിയർ? ഏകദേശം ഓക്കെ ആണെന്ന് തോന്നി. ടൈമറിന്റെ ഒരു ജനറൽ ഐഡിയ തന്നു. നമ്മുടെ പ്രോഗ്രാമിംഗ് പാർട്ട്, ഇൻസ്ട്രക്ഷൻ സെറ്റ് പാർട്ടിലോട്ട് പോയിട്ടില്ല. അത് പോകുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു ടൈമറിന്റെ ഫംഗ്ഷൻ ഒക്കെ മനസ്സിലാകത്തുള്ളൂ, കുറച്ചും കൂടെ പ്രോഗ്രാം എഴുതി മനസ്സിലാകത്തുള്ളൂ. ഇനി ഒരു ടോപ്പിക്കും കൂടെയാണ് ഞാൻ ഇന്നത്തെ സെഷൻ ഉദ്ദേശിക്കുന്നത്. ഇന്ററപ്റ്റിന്റെ കേസാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ററപ്റ്റ് എന്താണെന്ന് നോക്കാം, ഇന്ററപ്റ്റ് പ്രോഗ്രാമിംഗ് എന്താന്ന് നോക്കാം. അപ്പോ ഇന്ററപ്റ്റ്സ് എന്താന്ന് ഞാൻ പറഞ്ഞു, അതിന്റെ എക്സിക്യൂഷൻസ് കാര്യങ്ങള് ഒക്കെ എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ നോക്കിയേച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഞാൻ പറഞ്ഞു ഇന്ററപ്റ്റ്സ് എന്താന്ന് പറഞ്ഞു, എങ്കിലും ഒരു ജനറൽ ഐഡിയ എന്നുള്ള നിലയ്ക്ക് ഇന്ററപ്റ്റിനെ പറ്റി പറയാം. Interrupts is an external signal or event that interrupts the microcontroller to inform it that a device needs its service. അതായത് മൈക്രോ കൺട്രോളറിനെ ഇൻഫോം ചെയ്യുകയാണ്, അതിന്റെ സർവീസ് വേണം എന്നുള്ളത് പറയുകയാണ്. അപ്പോ ഒരു ചെറിയൊരു ടേം, 2 ടേം, ഇന്ററപ്റ്റ് എന്താണ്, പോളിംഗ് എന്താണെന്ന് നോക്കാം. അതായത് ഒരു സിംഗിൾ മൈക്രോ കൺട്രോളർ സെവറൽ ഡിവൈസിനെ നമ്മൾ സെർവ് ചെയ്യും സാധാരണ. 2 രീതിയിൽ അതിനെ സെർവ് ചെയ്യാം, ഇന്ററപ്റ്റ് വഴിയും പോളിംഗ്. അതായത് പ്രോഗ്രാം വിച്ച് ഈസ് അസോസിയേറ്റ് വിത്ത് ഇന്ററപ്റ്റ് ഈസ് കോൾഡ് ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീൻ ഓർ ഇന്ററപ്റ്റ് ഹാൻഡ്ലർ. ഇന്ററപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോഗ്രാമിനെയാണ് നമ്മൾ ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീൻ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോ ഒരു ഇന്ററപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ നടക്കുമെന്ന് നോക്കാം. ഒന്ന്, ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന മൈക്രോ കൺട്രോളർ കറന്റിലി എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ ഫിനിഷ് ചെയ്തിട്ട് ആ പ്രോഗ്രാം കൗണ്ടറിന്റെ അഡ്രസ്, ഇപ്പൊ എവിടെയാണോ നിൽക്കുന്നത് ആ പ്രോഗ്രാം കൗണ്ടറിന്റെ അഡ്രസ് സ്റ്റാക്കിൽ സ്റ്റോർ ചെയ്യും, ഓർത്തു വെച്ചോളാം. എന്നിട്ട് ജംപ്സ് ടു എ ഫിക്സ്ഡ് ലൊക്കേഷൻ ഇൻ മെമ്മറി ഡിപ്പെൻഡ് ഓൺ ടൈപ്പ് ഓഫ് ഇന്ററപ്റ്റ്. പല ടൈപ്പ് ഇന്ററപ്റ്റ് ഉണ്ട്. ജനറലി പറഞ്ഞാൽ ഏത് ഇന്ററപ്റ്റ് ആണോ ആ ഇന്ററപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാം എഴുതിയിരിക്കുന്ന മെമ്മറി ലൊക്കേഷൻ എന്താണോ അങ്ങോട്ട് ചാടും. അങ്ങോട്ട് ചാടും എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം കൗണ്ടറിന്റെ അഡ്രസ് സ്റ്റാക്കിൽ കൊണ്ട് വെച്ചെങ്കിൽ ഇനി പ്രോഗ്രാം കൗണ്ടർ ഇവന്റെ അഡ്രസ് വെക്കാം. അതാ സംഭവം. അപ്പോ അങ്ങോട്ട് ചാടും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മെമ്മറിയില് എവിടെയാണോ ഇന്ററപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാം എഴുതിയിരിക്കുന്ന ആ അഡ്രസ് നമ്മുടെ പ്രോഗ്രാം കൗണ്ടർ ലോഡ് ചെയ്യും. എന്നിട്ട് സ്റ്റാർട്ട്സ് ടു എക്സിക്യൂട്ട് ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീൻ അണ്ടിൽ റിട്ടേൺ ഫ്രം RET എന്നൊരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്, റിട്ടേൺ. അപ്പോ ആ ഇൻസ്ട്രക്ഷൻ റിട്ടേൺ ഫ്രം ഇന്ററപ്റ്റ് എന്നുള്ള ഇൻസ്ട്രക്ഷൻ വരുന്നത് വരെയും ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീൻ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ എക്സിക്യൂട്ടിംഗ് RETI the microcontroller returns to the place where it was interrupted. അതായത് വേറെ ഒന്നുമല്ല, ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ISR ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീൻ എവിടെയാണോ നിർത്തിയത് ആ സ്ഥലത്തോട്ട് തിരിച്ചു വരും. ഇതാണ് എന്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. കറന്റിലി എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന പ്രോഗ്രാം ഫിനിഷ് ചെയ്തതിനു ശേഷം പ്രോഗ്രാം കൗണ്ടർ കറണ്ട് അഡ്രസ്സിനെ സ്റ്റാക്കിൽ സ്റ്റോർ ചെയ്യും.
ദെൻ കറസ്പോണ്ടിങ് ISR പ്രോഗ്രാം കൊണ്ട് ലോഡ് ചെയ്തിട്ട് ആ ISR ചെയ്യും. റിട്ട് ഇൻസ്ട്രക്ഷൻ വരുമ്പോഴത്തേക്ക് തിരിച്ച് അത് ഫിനിഷ് ചെയ്തതിന് ശേഷം തിരിച്ച് പ്രോഗ്രാം കൗണ്ടറിൽ സ്റ്റാക്കിൽ കൊണ്ടുവച്ച സംഭവത്തെ പോപ്പ് ചെയ്തിട്ട് തിരിച്ചു വീണ്ടും പഴയ പ്രോസസ് ചെയ്യാൻ തുടങ്ങും. ഇതാണ് ജനറലി പറഞ്ഞാല് ഇന്ററപ്റ്റിന്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ ഇന്ററപ്റ്റ് സോഴ്സസ് 8051 പ്രധാനപ്പെട്ട ഇന്ററപ്റ്റ് സോഴ്സസ് എന്ന് പറയുന്നത് ഏതൊക്കെയാ? ഒന്ന് റീസെറ്റ്, വേറെ ഒന്ന് ടൈമർ 0, ടൈമർ 1, എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് 0, എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് 1, പിന്നെ സീരിയൽ പോർട്ട്. ഇത്രയുമാണ് വളരെ 8051ന്റെ ഇന്ററപ്റ്റ്സ് എന്ന് പറയുന്നത്. 8051ന്റെ ഇന്ററപ്റ്റ്സിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. 6 ഇന്ററപ്റ്റ് സോഴ്സസ് ആണുള്ളത്. എൻഹാൻസ്ഡ് വേർഷന് 22 സോഴ്സ് ഉണ്ട്. തൽക്കാലം അതോടെ ഇപ്പൊ 8051ന്റെ കേസ് പറയാം. ഓക്കെ, ടൈമർ 0യുടെ 2 ഇന്ററപ്റ്റും ടൈമർ 0 ടൈമറിന്റെ 2 ഇന്ററപ്റ്റ്, ടൈമർ 0 ടൈമറിന്റെ 2 ഇന്ററപ്റ്റും എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് 0, എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് 1, അങ്ങനെയുള്ള INT 0, INT 1 എന്നുള്ള 2 പിന്നുണ്ട് നമുക്ക്. ആ പിന്നിലോട്ട് അതായത് എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് 0, ഇന്ററപ്റ്റ് 1. ദെൻ റീസെറ്റ് ബട്ടൺ, റീസെറ്റ് ഇന്ററപ്റ്റ് ആണ്. ദെൻ സീരിയൽ പോർട്ട് ഇന്ററപ്റ്റ്. ഞാൻ പറഞ്ഞു 8051ന്റെ ഇന്ററപ്റ്റ് സോഴ്സസിൽ ഓരോ ഇന്ററപ്റ്റിനും കറസ്പോണ്ടിങ് പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാം എഴുതിയിരിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയയാണ് നമ്മൾ സാധാരണ ഇന്ററപ്റ്റ് സർവീസ് റൂട്ടിൻ സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്ഥലത്തെയാണ് വെക്ടർ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഈ ഒരു ഇതിലോട്ട് സ്ലൈഡിലോട്ട് നോക്കുക. റീസെറ്റിന്റെ കറസ്പോണ്ടിങ് എന്ന് പറയുന്ന അഡ്രസ് 000 ആണ്. ഇനി അതുപോലെ എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് 03, അതായത് ആ കറസ്പോണ്ടിങ് അഡ്രസ് അവിടെ പറഞ്ഞിരിക്കുന്നത് എല്ലാം 8 മെമ്മറി ലൊക്കേഷനാണ് ഓരോ ഇന്ററപ്റ്റിന്റെ ഇടയ്ക്കുള്ളത്. ഓക്കെ, അപ്പൊ ഓരോന്നിനും കറസ്പോണ്ടിങ് അഡ്രസ് ഉണ്ട് എന്ന് ഓർത്തിരിക്കും.